എൻ്റെ അമ്മ നടന്നതെല്ലാം ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞതല്ലേ. പിന്നെന്തിനാ അവൾ കയറി വരുമ്പോൾ തന്നെ ഇങ്ങൊരു തുടക്കം കുറിക്കുന്നു. ദേ ഉണ്ണി, നിനക്ക് പ്രായമായി എന്നൊന്നും നോക്കില്ല, നല്ല ചട്ടുകം വെച്ച് രണ്ടെണ്ണം പൊട്ടിക്കും. നിനക്ക് നിന്റെ ഭാര്യ വലിയ തമ്പുരാട്ടിയൊക്കെ ആയിരിക്കും, അതൊന്നും ഇവിടെ നടപ്പാവില്ല മോനെ. എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ കൃത്യസമയത്ത് വീട്ടിലെത്തിയിരിക്കണം, അല്ലെങ്കിൽ ഇവളൊന്നും അതിന് പോവരുത്. ഇത് ഞാനും നിന്റെ അച്ഛനും ഒത്തിരി കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഞങ്ങളുടെ സ്വപ്നവും അധ്വാനവും അടങ്ങിയ വീടാ, അല്ലാതെ സത്രമൊന്നുമല്ല തോന്നുന്നവർക്ക് തോന്നുന്ന പോലെ പോകാനും വരാനും. പ്രിയയാണെങ്കിൽ ഇതൊന്നും തന്നെ ബാധിക്കുന്ന കാര്യമല്ല എന്ന മട്ടിലാണ് നിൽപ്പ്. ഉണ്ണിക്ക് അങ്ങോട്ടും വയ്യ ഇങ്ങോട്ടും വയ്യ എന്ന പോലെ അമ്മയ്ക്കും ഭാര്യയ്ക്കും ഇടയിൽ പെട്ട് നക്ഷത്രം എണ്ണാൻ തുടങ്ങിയിട്ട് മുകുന്ദൻ ഇതൊന്നും തന്നെ ബാധിക്കുന്നതല്ല എന്നതുപോലെ ടി വിയിൽ നോക്കിയ ഒരേ ഇരിപ്പാണ്. ഈ ഒരു പ്രാവശ്യത്തേക്ക് ക്ഷമിക്കമ്മ, ഇനി ഇങ്ങനൊന്നും റിയ ആവർത്തിക്കില്ല. എവിടെയെങ്കിലും പോയാൽ തന്നെ കൃത്യം 10 മണിക്ക് വീട്ടിൽ കയറിയിരിക്കും. ഇത് ഞാൻ വാക്ക് തരുവാ. എടാ ഉണ്ണി, അവളുമായിട്ട് മുകളിലേക്ക് കയറി പോവാൻ നോക്ക്. വെറുതെ ഇവിടെ നിന്ന് ഓരോന്ന് പറഞ്ഞ് മുഷിയണ്ട. തീരുമാനം എന്നതുപോലെ മുകുന്ദൻ അത് പറഞ്ഞു. പ്രിയ പിന്നെ ആരെയും നോക്കാതെ മുകളിലേക്കുള്ള സ്റ്റെപ്പ് കയറി. ഒരൊറ്റ പോക്കായിരുന്നു. അതിന് പുറകെ തന്നെ ഉണ്ണിയും. എൻ്റെ മുകുന്ദേട്ടാ, ഞാനൊരു കാര്യം സത്യം പറയുക. കല്യാണത്തിന് മുൻപേ വരെ ഞാൻ വിചാരിച്ചത് എൻ്റെ മകനൊരു പുലിക്കുട്ടിയാണെന്ന്. ഇപ്പോഴല്ലേ മനസ്സിലായത് അവൻ ഈ ഉരുട്ടിക്കയറ്റി വെച്ച മസിൽ മാത്രമേ ഉള്ളൂ എന്ന്. എൻ്റെ നിമ്മി, അതിലും എളുപ്പത്തിൽ പറഞ്ഞ നമ്മുടെ മോൻ എന്താടോ ഇങ്ങനെ ഒരു പെൺകോന്തനായി പോയത്? ഇവിടെ നട്ടലിന് പകരം വാഴപ്പിണ്ടി എങ്ങാനാണോ അവന്? അച്ഛനും അമ്മയും എൻ്റെ ഉണ്ണിയേട്ടനെ അത്രയ്ക്ക് അങ്ങോട്ട് തരം താഴ്ത്തുകയൊന്നും വേണ്ട. കുടുംബത്തിലൊരു പ്രശ്നം വേണ്ട എന്ന് കരുതി ഏട്ടൻ ഇതെല്ലാം ക്ഷമിച്ചു വിടുന്നതാ. ഏട്ടൻ്റെ അവസാനത്തെ നെല്ലിപ്പലയും തകരുന്ന അന്ന് ആ പുള്ളിക്കാരിക്ക് സുഖമായിരിക്കും, അത് ഉറപ്പാ. മോളെ അമ്മു, നീ അവനെ കാണാൻ തുടങ്ങുന്നതിന് മുമ്പ് അവനെ കാണാൻ തുടങ്ങിയത് ഞങ്ങൾ തന്നെയാണ്. അവൻ വെറും പൊട്ടനാണ്, ഈ പൊട്ടൻ. അമ്മയ്ക്ക് വേണമെങ്കിൽ ബെറ്റ് വെച്ചു, റിയ എന്ന എൻ്റെ ഏട്ടത്തിയുടെ ചെക്കിട്ട അടിച്ചു പൊളിക്കാൻ പോകുന്നത് എൻ്റെ ഏട്ടൻ ഉണ്ണി തന്നെയായിരിക്കും. എത്ര നടക്കാത്ത സ്വപ്നങ്ങൾ. മുകുന്ദൻ ആ കമൻറ്റും കൂടി ആയപ്പോൾ അവിടെ ഒരു കൂട്ടച്ചിരി ഉയർന്നു. എന്താ എല്ലാവരും കൂടി ഭയങ്കര ചിരിയും സംസാരവുമൊക്കെ? എന്നെ കളിയാക്കുക വല്ലതുമാണോ? അതും ചോദിച്ചുകൊണ്ട് ശ്രീ അവരുടെ അരികിലേക്ക് വന്നു. എൻ്റെ ശ്രീ, നിന്നെ നോക്കിയിരിക്കുകയായിരുന്നു ഞാൻ. എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ കോളേജിലെ എക്സ്പീരിയൻസ്? പിള്ളേരൊക്കെ എങ്ങനെയാ, പൊളിയാണോടാ? അമ്മുവിൻ്റെ ആ ഒരൊറ്റ ചോദ്യം മതിയായിരുന്നു കാറ്റഴിച്ച വിട്ട പോലെ ശ്രീയുടെ മുഖം മാറാൻ. ഇതെന്നാ സംഭവം? നിന്റെ മുഖമൊക്കെ അങ്ങ് വാടിയല്ലോ. ഇത്ര നേരമുണ്ടായിരുന്ന ചിരിയൊക്കെ എവിടെ പോയി? എന്താ കോളേജിലുള്ള പ്രശ്നമുണ്ടോ? ഒന്നും അറിയാത്തതുപോലെ എന്നെ ഇങ്ങനെ കളിയാക്കാതെ അമ്മു. ഞാൻ നിന്നെ കളിയാക്കിയെന്നോ? നീ എന്തൊക്കെയാ ഈ പുലമ്പാതെ? കാര്യം എന്താണെന്ന് വെച്ചാൽ പറയാൻ നോക്ക്. മുഖം ഇങ്ങനെ വീർപ്പിച്ച് വെക്കാതെ. എൻ്റെ അമ്മു, വേറൊന്നുമല്ല, ലാസ്റ്റ് അവർ നമ്മുടെ ദുർവാസാവിൻ്റെ ക്ലാസ്സിലായിരുന്നു. അതിൻ്റെ ഹാങ് ഓവർ ഇതുവരെ മുകളിൽ നിന്നും പോയിട്ടില്ല. അപ്പോൾ ഇന്ന് ദുർവാസാവ് സാറിൻ്റെ വക ഒരു യുദ്ധവും ശപഥവും എല്ലാം കാണുമല്ലോ. ഉറപ്പല്ലേ? റൂമിൽ കയറിയിട്ട് ഇപ്പോൾ ഏകദേശം 3/4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അവിടെയുള്ള സാധനങ്ങളെല്ലാം തവിട് പൊടിയായി കഴിഞ്ഞെങ്കിൽ ഇനി ഹാളിലേക്ക് എഴുന്നള്ളും. ഓഹോ, എല്ലാവരും കൂടെ കൂടിയിട്ട് എന്നെ കളിയാക്കാനും എനിക്ക് പാര വെക്കാനുമുള്ള പരിപാടിയിലാണല്ലേ? ഞാൻ നിങ്ങളോട് എന്താണ് ഇതിനു മാത്രം വലിയ തെറ്റ് ചെയ്തത്? നിങ്ങൾ എല്ലാവരും കൂടെ കൂടിച്ചേർന്ന് ഇവളെ പോലൊരു പിശാചിനെ എടുത്ത് എൻ്റെ തലയിൽ വെച്ച് തരാൻ. അത് ഞാൻ ചുമക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ എന്നെ നാണം കെടുത്താൻ ആ കോളേജിലും കൂടി ഇതിനെ കെട്ടി എഴുന്നള്ളിക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? റിച്ചു, ഇത്രത്തോളം നിർത്തിക്കോണം നിന്റെ ഈ സംസാരം. മഹാലക്ഷ്മിയെ പോലുള്ള മോളെ നോക്കി പിശാചെന്നൊക്കെ വിളിക്കാൻ നിനക്ക് നാണമില്ലേടാ? അമ്മ മഹാലക്ഷ്മിയുടെയോ സീതാലക്ഷ്മിയുടെ കാര്യം പറഞ്ഞ് എൻ്റെ വാടയ്ക്കാൻ നോക്കണ്ട. എൻ്റെ ജീവിതം നശിപ്പിക്കുന്നവരെ പിശാചെന്നല്ലാതെ ദേവതയൊന്നും വിളിക്കാൻ എനിക്ക് പറ്റില്ല. ജീവിതം നശിപ്പിക്കുന്ന കഥയൊന്നും എൻ്റെ പൊന്നുമോൻ കൂടുതൽ ഇങ്ങോട്ട് എഴുന്നള്ളിക്കരുത്. ആരാരുടെ ജീവിതമാണ് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് എന്നെ കൊണ്ട് പറയിക്കരുത്. നീ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന പെണ്ണിനോട് നീതി എന്നതിനെക്കുറിച്ച് നീ ഇതുവരെ കാണിച്ചിട്ടുണ്ടോടാ? അതിനെ വേദനിപ്പിക്കുന്നതല്ലാതെ അവളുടെ ജീവിതം ഇതുപോലെ വേദന നിറഞ്ഞതാക്കുന്നു നീയാണോടാ നീ? അതും പോട്ടെ, നീ 24 മണിക്കൂറും പറയുന്നുണ്ടല്ലോ നിന്റെ ഡിവോഴ്സ് കഥ. അങ്ങനെ ഡിവോഴ്സ് കിട്ടുമ്പോൾ ഈ കുട്ടിക്ക് ജീവിക്കാൻ ഒരു തൊഴിൽ വേണ്ടേ? അവൾ പഠിച്ച ജോലിയാണ് ഇന്ന് അവൾക്ക് കിട്ടിയത്. അതിന് അവൾ പോകുന്നത് നിനക്കെന്താടാ ഇത്ര വലിയ വിഷമം? റിച്ചു, അതൊരു പോയിന്റാണ് കേട്ടോ. അമ്മയുടെയും മകൻ്റെയും വഴക്കിനിടയ്ക്കാണ് മുകുന്ദൻ്റെ കമൻട്രി. ഇവൾക്ക് ജോലിക്ക് പോകണമെങ്കിൽ ഈ നാട്ടിൽ വേറെ കോളേജും സ്കൂളും ഒന്നും ഇല്ലേ? ഞാൻ പഠിക്കുന്നിടത്ത് തന്നെ പോകണമെന്ന് എന്താ ഇത്ര നിർബന്ധം? ഒഴിവുള്ളിടത്തല്ലേടാ പൊട്ടാ പോകാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നീ എവിടെയുണ്ടെന്നും പറഞ്ഞുകൊണ്ട് അവിടുത്തെ ജോലി കളയേണ്ട വല്ല ആവശ്യമുണ്ടോ? അതും നല്ല സാലറിയുള്ള ജോലി. ദേ അമ്മ, ചുമ്മാ ഇരുന്നു കൊണ്ട് എന്നെ പൊട്ടൻ കിട്ടൻ എന്നൊക്കെ വിളിക്കരുത്. ഞാൻ പൊട്ടനൊന്നുമല്ല. നീ ചെറിയ പൊട്ടനൊന്നുമല്ല, വലിയ പമ്പര വിഡ്ഢി തന്നെയാണ്. ദേ അമ്മേ, എന്നാടാ അമ്മയ്ക്ക്? ആ കോളേജിൽ ഞങ്ങൾ രണ്ടുപേരോട് ഒന്നിച്ചു പോകത്തില്ല. ഒന്നെങ്കിൽ ഇവൾ കാണും അവിടെ, അല്ലെങ്കിൽ ഞാൻ.
നീ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ, അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന കാര്യമില്ല. മോൾ ഒരു വർഷത്തേക്ക് അവിടെ തന്നെ എഗ്രിമെന്റ് ഒപ്പിട്ടിട്ടുണ്ട്. അതുകൊണ്ട് മോൾക്ക് അവിടെ പോയേ പറ്റൂ. എന്തായാലും അവിടെ പോയേ പറ്റത്തുള്ളൂ, അത് ഉറപ്പിച്ച കാര്യം. ഓ റിച്ചു, അതും ഒരു പോയിന്റാണ് കേട്ടോ. ഓഹോ, അച്ഛന് പോയിന്റ് ഇല്ലാത്ത എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അത് പറയാൻ നോക്ക്. എൻ്റെ കാര്യം കേൾക്കാനും എൻ്റെ കാര്യത്തിൽ ഉത്തരവാദിത്വം കാണിക്കാനും ഇവിടെ ആർക്കും ഇല്ലല്ലോ. അവൻ്റെ കാട്ടിക്കൂട്ടലുകളും പറച്ചിലും കേട്ടപ്പോൾ അറിയാതെയെങ്കിലും സ്ത്രീയുടെ മുഖത്ത് ഒരു ചിരി വിടർന്നു. പുലിയായി വരുമെന്ന് കരുതിയത് എലിയായി പോകുന്നു, അതിൻ്റെ ഒരു സമാധാനം അവൾക്കുമുണ്ട്. റിച്ചു തല തിരിച്ചു നോക്കുമ്പോഴാണ് കാണുന്നത് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന സ്ത്രീയെ. ചിരിക്കടി, നന്നായിട്ട് തന്നെ ചിരിക്കി, എൻ്റെ ജീവിതം നശിപ്പിക്കാൻ വന്ന ഭദ്രകാളി. നിന്നോട് ഞാൻ പറഞ്ഞു കൊച്ചിനോട് കയറി തുള്ളണ്ട എന്ന്. അമ്മയുടെ മകൻ ഞാനാണോ അതോ ഇവളാണോ? നീയും എൻ്റെ മകനാണ്, ഇവളും എൻ്റെ മകളാണ്. ഇനി എന്തെങ്കിലും കൂടുതൽ സംശയമുണ്ടോ എൻ്റെ പുന്നാര മോന്? നിങ്ങളോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അതും പറഞ്ഞ് റിച്ചു അവിടെ നിന്നും ചാടിത്തുള്ളി പുറത്തേക്ക് പോയി. മോളിതൊന്നും കാര്യമാക്കണ്ട, കുറച്ച് കഴിയുമ്പോൾ അവൻ ഇങ്ങ് വന്നോളും. സ്ത്രീ എല്ലാവരെയും നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. ദയനീയത മാത്രമായിരുന്നു അതിൽ നിറഞ്ഞു നിന്നിരുന്നത്. താൻ കാരണമാണ് ഈ പ്രശ്നങ്ങളൊക്കെ എന്ന് അവൾക്കറിയാം. ഇതിനൊരു പരിഹാരം എങ്ങനെ കാണണമെന്ന് ഒരു പിടുത്തവുമില്ല. നീ വാ ശ്രീ, നമുക്ക് മുകളിൽ പോവാം. എന്നിട്ട് ഇന്നത്തെ ഫുൾ എപ്പിസോഡ് ഒരു വള്ളിയും പുള്ളിയും വിടാതെ മൊത്തം കേൾക്കാം. അതും പറഞ്ഞ് അമ്മു പിടിച്ച പിടിയാലെ അവളെ മുകളിലേക്ക് കൊണ്ടുപോയി. ഞാൻ പറഞ്ഞല്ലോ ഉണ്ണി, ഞാൻ ഇങ്ങോട്ട് വരുന്നതൊന്നും നിന്റെ അമ്മയ്ക്ക് ഒട്ടും ഇഷ്ടമല്ല. ഇപ്പോൾ തന്നെ എന്തൊക്കെ അനാവശ്യം അവിടെ വെച്ച് വിളിച്ചു കൂവിയത്. റിയ, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ മോളെ, പ്രായമായവരാ, ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് അവർക്ക് അവരുടേതായ വാശിയും കർക്കശവും ഒക്കെ ഉണ്ടാകും. അതൊക്കെ നമ്മൾ കേട്ടും കേൾക്കാതെയും ഇരുന്നോണം. അല്ലാതെ അതിനെയൊക്കെ ഇങ്ങനെ ചോദ്യം ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നിനക്ക് വേണ്ടി മാത്രം ഞാൻ ഇതെല്ലാം വിട്ടുകളയുന്നത്. എൻ്റെ മമ്മി പോലും എന്നോട് ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അതൊക്കെ വിടടാ. അല്ല, നിന്റെ പപ്പയുടെയും മമ്മയുടെയും വെഡിങ് ആനിവേഴ്സറി നാളെ രാത്രിയല്ലേ? നമുക്ക് അവിടെ വരെ പോവണ്ടേടാ. പോണോ ഉണ്ണി? പോയാൽ മാത്രം പോരാ, അവർക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണ്ടേ? പിന്നെ ഗിഫ്റ്റ് കൊടുക്കാതെ നിന്റെ അച്ഛൻ്റെയും അമ്മയുടെയും? അത് എൻ്റെ കൂടി അല്ലേടാ പെണ്ണെ. ഗിഫ്റ്റ് എന്ത് വേണമെന്ന് നീ തന്നെ പറഞ്ഞാൽ മതി. നീ പറയുന്ന ഗിഫ്റ്റ് നമുക്ക് വാങ്ങാം. പക്ഷെ ഉണ്ണി, നാളെ ഒരു ദിവസം നമുക്ക് അവിടെ നിന്നാലോ? എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഞാൻ ഒരു മോളല്ലേ, അവർക്കും ആഗ്രഹം കാണത്തില്ലേ ഞാൻ അവരുടെ കൂടെ നിൽക്കണം എന്നൊക്കെ? എൻ്റെ പെണ്ണിൻ്റെ സന്തോഷമല്ലേ എൻ്റെ സന്തോഷം. നമുക്ക് രാത്രി അവിടെ നിൽക്കാന്നേ. നീ ഇനി അതൊന്നും ഓർത്ത് ഒരു ടെൻഷനും ആവണ്ട. തൽക്കാലം എൻ്റെ മോള് അച്ഛനും അമ്മയ്ക്കും എന്ത് ഗിഫ്റ്റ് വാങ്ങിക്കാമെന്ന് ആലോചിക്കുക. നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ ഫംഗ്ഷനല്ലേ നിൻ്റെ ഫാമിലിയിൽ. അപ്പം ഒന്നിനും ഒരു കുറവ് വരാൻ മേല. അവർക്ക് ഒത്തിരി സന്തോഷം തോന്നുന്ന ഒരു ഗിഫ്റ്റ് ആയിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. ആ കാര്യത്തിൽ നിൻ്റെ ഉണ്ണിക്ക് നല്ല നിർബന്ധമുണ്ട്. ലവ് യു ഉണ്ണി. എൻ്റെ ഫാമിലിയെ നീ ഇത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കിപ്പോഴോട്ടോ മനസ്സിലായത്. ലവ് യു ടു. നീ എൻ്റെ പ്രാണനല്ലേടി. അപ്പം ഞാൻ നിൻ്റെ ഫാമിലിയെ സ്നേഹിക്കാതിരിക്കുമോ? അവർ കാരണമല്ലേ എനിക്ക് നിന്നെ കിട്ടിയത്. ലവ് യു ഉണ്ണി, റിയലി ലവ് യു. ലവ് യു ടു. അപ്പത്തേനെ നമ്മുടെ കഥ നല്ലൊരു ഇൻട്രസ്റ്റിംഗ് പോയിന്റിലെത്തി. നമ്മുടെ ശ്രീഭദ്രയും റിച്ചു നേരെ ആ കോളേജിലാണ്. ഇനി ആ കോളേജ് ക്യാമ്പസിൽ എന്തൊക്കെ നടക്കുമെന്ന് ഒരു പിടുത്തവുമില്ല. റിച്ചുവിന് വരുണിനെ തല്ലാൻ കിട്ടിയിട്ടില്ല. അവൻ്റെ നാക്കും ചൊറിച്ചിലും വെച്ചിട്ട് റിച്ചു അവൻ്റെ പല്ല് കൊഴിക്കുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ കാണുന്നുണ്ട്. ഇനി അമ്മുവിൻ്റെ ബെൽറ്റിൽ ആര് ജയിക്കും? അമ്മു ജയിക്കോ അമ്മ ജയിക്കോ? അമ്മു പറഞ്ഞിരിക്കുന്നത് റിയക്കിട്ട് ആദ്യത്തെ അടി ഉണ്ണിയുടെ വകയായിരിക്കുമെന്ന്. അമ്മ പറയുന്നത് അവനൊരു പെൺകോന്തനായിരിക്കുമെന്ന്. അപ്പോൾ എന്തായിരിക്കും ഇനി വരാനിരിക്കുന്ന ട്വിസ്റ്റുകൾ? എന്താണെങ്കിലും ഒരു ടെസ്റ്റിലൊന്നും നിൽക്കില്ല, അത് ഉറപ്പായ കാര്യമാണ്. അപ്പോൾ തുടർന്നുള്ള ഭാഗങ്ങൾ കാണാനും കേൾക്കാനും വേണ്ടി കാത്തിരിക്കുക. എൻ്റെ കഥ ഇഷ്ടമാകുന്നവർ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. അതെ, 700 ചില്ലുവാനത്തിൽ നിൽക്കുക. അതൊരു 1000 ആക്കി തരത്തില്ലേ എൻ്റെ പിള്ളേരെനിക്ക്? അപ്പോൾ ബൈ ബൈ, നാളെ കാണാം.